Hi students, welcome to my classroom. Now we are going to discuss about methods of training. Many methods of training are available. So the management should select an appropriate method which is suited to the organizational needs. The following factors are considered while selecting a suitable method of training. Okay. The factors includes first one, skill required, qualification of candidate, cost of training, period of time available, depth of knowledge required, purpose of training, background of training, nature and size of group to be trained, nature of the group, job, types of employees, etc. ട്രെയിനിങ് മെത്തേഡ് ഒരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഫാക്ടേഴ്സ് പറയുന്നത് സ്കിൽ ആവശ്യം എത്രത്തോളം സ്കിൽ ആവശ്യമാണ്, ക്വാളിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ് ഏതൊക്കെയാണ്, ട്രെയിനിങ്ങിന് എത്ര കോസ്റ്റ് വരും, എത്ര ടൈം വരും, ഡീപ്പ് നോളജിൻ്റെ ആ ഡെപ്ത് എത്രത്തോളം വേണം, ട്രെയിനിങ്ങിൻ്റെ പർപ്പസ് എന്തായിരിക്കണം, അതുപോലെ ഒരു ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിനാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് അതിൻ്റെ നേച്ചറും സൈസും, എംപ്ലോയീസിൻ്റെ നേച്ചറും ജോബിൻ്റെ നേച്ചറും ടൈപ്പ് ഓഫ് എംപ്ലോയീസും എല്ലാം ഡിറ്റർമിൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. The training methods includes first one, on the job training. Okay, the methods also known as techniques. On the job training methods means this type of training is imparted on the job and at the workplace where the employee is expected to perform his job. ഒരു എംപ്ലോയി അയാളുടെ ജോബ് പെർഫോം ചെയ്യുമ്പോൾ, ഒരു ജോലിയിലായിരിക്കുമ്പോൾ, വർക്ക് പ്ലേസിലായിരിക്കുമ്പോഴാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ട്രെയിനിങ്ങിനാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ജോലി ചെയ്തുകൊണ്ട് ട്രെയിനിങ് കിട്ടുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓക്കെ, ഓൺ സ്പെസിഫിക് ജോബ്. That means this method is used to provide training for a specific job such as electrical, motor mechanic, plumbing, etc. സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബിന് ഇങ്ങനെയുള്ള ട്രെയിനിങ് മെത്തേഡ് കൊടുക്കാറുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പീരിയൻസ്. This is the oldest method of on-the-job training. Learning by experience cannot and should not eliminated as a method of development. അതായത് എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് എക്സ്പീരിയൻസിലൂടെ എന്ന് പറയുമ്പോൾ ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, അതൊരു ട്രെയിനിങ് മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ അതിന് ഒരുപാട് കാലത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം ആ ഒരു ജോബിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അതിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരുപാട് ടൈം അവിടെ കൺസ്യൂമിങ് ആയിരിക്കും. അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡല്ല, കാരണം അതിനൊക്കെ ഒരുപാട് നല്ല മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കോച്ചിങ്. On the job coaching by superior is an important and potentially effective approach is superior. That is, this technique involved direct personal instruction and guidance, usually with extensive demonstration. ഇവിടെ സുപ്പീരിയറിൽ നിന്നും കോച്ചിങ് എംപ്ലോയീസിന് കിട്ടുകയാണ്. സുപ്പീരിയറിൽ നിന്നുള്ള കോച്ചിങ് എന്ന് പറയുമ്പോൾ സുപ്പീരിയൻസ് വേണ്ട നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതുപോലെ ഗൈഡൻസ് കൊടുക്കുന്നു, എങ്ങനെയാണെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ സുപ്പീരിയേഴ്സിൽ നിന്നും കൊടുക്കുന്ന ഗൈഡൻസിലൂടെ കിട്ടുന്ന ട്രെയിനിങ് ആണ് കോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, then job rotation. The major objective of the job rotation training is broadening of the background of trainee in the organization. If trainee is rotated periodically from one job to another, he acquires general background. ജോബ് റൊട്ടേഷൻ ഒരു ട്രെയിനിങ് മെത്തേഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ജോലിയെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ബാക്ക്ഗ്രൗണ്ട്, ജനറൽ ബാക്ക്ഗ്രൗണ്ട് ഒരു എംപ്ലോയിക്ക് കിട്ടാനാണ്. ദാറ്റ് ഈസ് ഒരു ജോലിയിൽ തന്നെ ഒതുങ്ങുമ്പോൾ ആ ഒരു ജോലിയെക്കുറിച്ച് മാത്രമാണ് ഐഡിയ ഉണ്ടാവുള്ളൂ. ജോലി ഇങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ജോബും ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എംപ്ലോയിക്ക് വരും. ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ ത്രൂ ജോബ് റൊട്ടേഷൻ. ദെൻ സ്പെഷ്യൽ പ്രോജക്ട്സ്. Special projects are assigned to employee. This is a very flexible training device. The trainee may be asked to perform special assignment, thereby he learned the work procedure. അതായത് സ്പെഷ്യൽ പ്രോജക്ട്സുകളോ അസൈൻമെൻറ്റ്സുകളോ എംപ്ലോയീസിന് അസൈൻ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിലൂടെ എംപ്ലോയിക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇത് മറ്റൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് നമുക്ക് പറയാം. അതായത് ജോലി ചെയ്യുമ്പോൾ തന്നെ സ്പെഷ്യൽ അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അപ്രൻറ്റിസ്ഷിപ്പ്. അണ്ടർ ദിസ് മെത്തേഡ് ട്രെയിനി ഈസ് പ്ലേസ്ഡ് അണ്ടർ എ ക്വാളിഫൈഡ് സൂപ്പർവൈസർ ഓർ ഇൻസ്ട്രക്ടർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം.
depending upon job and skill required. Wages paid to the trainees are much less than those paid to qualified workers. അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സിൻ്റെ അണ്ടറിൽ ട്രെയിനീസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓർ ഇൻസ്ട്രക്ടറുടെ അണ്ടറിലോ സൂപ്പർവൈസറുടെ അണ്ടറിലോ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്തുകൊണ്ടാണ് അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ ക്വാളിഫൈഡ് വർക്കേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് മുഴുവനായിട്ട് അവർക്ക് കൊടുക്കില്ല, പാർഷ്യലായിട്ടുള്ള പേയ്മെൻറ്റാണ് അലൗ ചെയ്യുള്ളൂ. ലോങ് പീരീഡ് ഓഫ് ടൈമിന് അവർ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ച് തറോ ആയിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അവർ ഫിറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ക്വാളിഫൈഡ് വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് കൊടുക്കുകയും ചെയ്യും. That is apprenticeship training. Next one, vestibule training. Under this method, actual work conditions are created in classroom or workshop. The machines, materials and tools under this method is same as those used in actual performance in the factory. ഫാക്ടറിയിൽ ശരിക്കുള്ള എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് ഒരു മെഷീനിൽ മെറ്റീരിയൽ ടൂൾസ് അതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു റൂമിലോ ക്ലാസ് റൂമിലോ സെയിം വർക്കിംഗ് കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് അവിടെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. That is vestibule training. Multiple management. Multiple management emphasize the use of committee to increase the flow of ideas from less experienced managers and to train them for a position of a greater responsibility. മാനേജേഴ്സിന് ജനറലി കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്, മെത്തേഡാണ്. ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ഒരുപാട് ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത മാനേജേഴ്സിനെ വെൽ എക്സ്പീരിയൻസ്ഡ് ആക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഇൻക്ലൂഡ്സ് സ്പെഷ്യൽ കോഴ്സസ് ആൻഡ് ലെക്ചേഴ്സ്. ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ജോബിൽ നിന്നും മാറി വേറിട്ട് ജോബ് ചെയ്യുമ്പോഴല്ലാതെ ഉള്ള സമയത്ത് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പെഷ്യൽ കോഴ്സസ് ആൻഡ് ലെക്ചേഴ്സ്. അതായത് ലെക്ചറിങ് കൊടുക്കാറുണ്ട്. ട്രഡീഷണൽ മെത്തേഡാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ കോഴ്സോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ച് ഓറൽ ആയിട്ടുള്ള ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ കോൺഫറൻസും oldest method ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ഫേവറേറ്റ് ട്രെയിനിങ് മെത്തേഡ്. ഇൻ ഓർഡർ ടു എസ്കേപ്പ് ദ ലിമിറ്റേഷൻ ഓഫ് സ്ട്രൈറ്റ് ലെക്ചറിങ്, മെനി ഓർഗനൈസേഷൻസ് ഹാവ് adopted guided discussion type of a conference in their training programs. In this method, participants pools their ideas and experience in attempting to arrive at an improved method of dealing with the problems which are common subject of discussion. ഓക്കെ, കോൺഫറൻസ് എന്ന് പറയുന്ന ലെക്ചറൽ മെത്തേഡിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കൂട്ടമായിട്ട് ഒരു കോൺഫറൻസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് അതിനകത്ത് ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കുറച്ച് കൂടുതൽ ഡിസ്കഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് സിംപ്ലി ലെക്ചറിൽ നിന്ന് കുറച്ച് ഡൈവേർട്ടായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കോൺഫറൻസ്. അതിൽ നിന്ന് പാർട്ടിസിപ്പൻസിൻ്റെ ഡൗട്ട്സ് ഷെയർ ചെയ്യാനും അതുപോലെ ക്ലിയർ ചെയ്യാനും അതുപോലെ അവരെ ഐഡിയ ഷെയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ കേസ് സ്റ്റഡി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് യൂസ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ബീൻ ഡെവലപ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ഹവാർഡ് ബിസിനസ് സ്കൂൾ യുഎസ്എയിലെ ഹവാർഡ് ബിസിനസ് സ്കൂളിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കേസ് സ്റ്റഡീസ്. A case is a written account of a trained reporter of analyst seeking to describe an actual situation. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കേസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് കേസ് സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ചെയ്യുന്നത് എ ട്രെയിനി അണ്ടർടേക്സ് ദറ്റ് കേസ് സ്റ്റഡി ആൻഡ് ലേൺ ഹൗ ഡിസിഷൻസ് were arrived at in such a practical situation. ട്രെയിനി ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതിലൂടെ ഡിസിഷൻ എടുക്കാൻ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പ്രാക്ടിക്കലി എന്ത് ഡിസിഷനാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് ട്രെയിനി ഇതിലൂടെ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസസ് ആർ ഡിസ്കസ്ഡ് ഇൻ എ ഗ്രൂപ്പ്. കേസസ് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. കേസ് സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് power of reasoning, analytical skill, mental capabilities and finally decision making skill of employees. എംപ്ലോയീസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതോടൊപ്പം
മെൻ്റൽ ക്യാപ്പബിലിറ്റീസും അനലൈസ് ചെയ്യാനുള്ള സ്കില്ലും റീസണിങ് സ്കില്ലും എല്ലാം എൻഹാൻസ് ചെയ്യാൻ കേസ് സ്റ്റഡിയിലൂടെ സാധിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ്. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്. ദറ്റ് ഈസ് ദിസ് മെത്തേഡ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദി ട്രെയിനീസ് ടു ക്രിയേറ്റീവ് തിങ്കിങ്. This approach, developed by Alex Osborne, seeks to reduce inhibiting forces by providing for a maximum of a group participation and a minimum criticism. A problem is posed and ideas are invited. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡെവലപ്പ് ചെയ്തത് അലക്സ് ഓസ്ബോൺ ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോട്ട് ദാറ്റ് പോയിൻറ്റ്സ് പ്ലീസ്. ബ്രെയിൻ സ്റ്റോമിംഗ് ഡെവലപ്ഡ് ബൈ അലക്സ് ഓസ്ബോൺ. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ ഒരു ക്രിട്ടിക്കൽ എന്താ പറയുക തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ, ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഇട്ട് കൊടുക്കും. ആ പ്രോബ്ലത്തിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരുപാട് ഐഡിയാസ് ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് എംപ്ലോയീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഐഡിയ അതുപോലെ തന്നെ ക്രിറ്റിസിസം വളരെ കുറവായിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ഐഡിയാസ് ആയിരിക്കും, ഇത് ക്രിയേറ്റീവായിട്ടുള്ള സ്കില്ലായിരിക്കും എംപ്ലോയീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലബോറട്ടറി ട്രെയിനിങ്. These add to conventional training by providing situation in which trainers themselves experience through their own interaction. Okay, interaction. Some of the conditions they are taking about. In this way, they more or less experiment on themselves. Laboratory training is more concerned about the changing individual behavior and attitude. ഓക്കെ, അപ്പോൾ ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക്കായിട്ട് അഡോപ്റ്റും ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക്കായിട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലബോറട്ടറി ട്രെയിനിങ് പ്രോഗ്രാം. ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ലബോറട്ടറി ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അവർ നമ്മളെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക, അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റേഷൻസ് ഷെയർ ചെയ്യാം, അവരുടെ ബിഹേവിയർ എക്സാമിൻ ചെയ്യാം, അവരുടെ ഫീലിംഗ്, റിയാക്ഷൻ അതെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാനും പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും ലബോറട്ടറി ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ. ഓക്കെ, ദെൻ സിമുലേഷൻ ഇതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ്. ആൻ ഇൻക്രീസിങ് പോപ്പുലർ ടെക്നിക് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് സിമുലേഷൻ ഓഫ് പെർഫോമൻസ്. In this method, instead of taking participants into the field can simulated in training session itself. Simulation is presentation of real situation of an organization in training session. ട്രെയിനിങ് സെഷനിൽ ഒരു ഓർഗനൈസേഷൻ റിയൽ സിറ്റുവേഷൻ അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. റിയൽ സിറ്റുവേഷൻ പ്രസൻറ്റ് ചെയ്തിട്ടാണ്, റിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് ദർ ആർ 2 കോമൺ സിമുലേഷൻ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ദാറ്റ് ഇൻക്ലൂഡ്സ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് മീൻസ് റോൾ പ്ലേയിങ് ഈസ് എ ലബോറട്ടറി മെത്തേഡ്. ലബോറട്ടറി മെത്തേഡിന് റോൾ പ്ലേയിങ് സിമുലേഷനും അതിനകത്ത് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ റോൾ പ്ലേ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ടാസ്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാം എന്നുള്ളതാണ്. that can be used rather easily as a supplement of conventional training method. Its purpose is to increase the trainee's skill in dealing with other people. മറ്റുള്ള പീപ്പിളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, എംപ്ലോയീസിൻ്റെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് റോൾ പ്ലേയിങ്. ഓക്കെ, ഇതുകൊണ്ട് ഒരുപാട് യൂസാണ്. അതായത് പർട്ടിക്കുലർ റോൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ റോളിൽ ഇരുന്നുകൊണ്ട് ആ എംപ്ലോയി എന്തൊക്കെ ആക്ട് ചെയ്യുന്നു, ഏതൊക്കെ തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ക്ലാസ് റൂമിൽ ആ സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പ്ലേ ചെയ്യിപ്പിക്കാം.
ഓക്കെ. അപ്പോൾ ഡയലോഗ് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോബ്ലം പെട്ടെന്ന് റൈസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ആ എംപ്ലോയി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ക്ലാസ് റൂമിലൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് വരുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ട്രെയിനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഗെയിമിംഗ്. ഗെയിമിംഗ് ഹാസ് ഡിവൈസ്ഡ് ടു സിമുലേറ്റ് ദ പ്രോബ്ലം ഓർ റണ്ണിങ് എ കമ്പനി ഓർ ഈവൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലോ കമ്പനിയിലോ റണ്ണിങ് ആവുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം അത് ഗെയിമിംഗ് രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വെറൈറ്റി ഓഫ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ് ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇപ്പോൾ പുതിയ ഒരുപാട് ടെക്നിക്കുകൾ ഗെയിമിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അതുപോലെ സ്മൂത്തായിട്ട് എംപ്ലോയീസിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും സാധിക്കും. ഗെയിമിങ്ങും ഒരു ലബോറട്ടറി മെത്തേഡാണ്. റോൾ പ്ലേയിങ് പോലെ തന്നെ ഒരു ലബോറട്ടറി മെത്തേഡാണ് ഗെയിമിങ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് അതായത് അവിടെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഫീലിംഗ് ആൻഡ് ടോൺ വിത്ത് പീപ്പിൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ടോണ്, അതുപോലെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന് ഫീലിങ്സ്, അതൊക്കെ എംഫസൈസ് ചെയ്യുന്നതാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഗെയിമിംഗ് എന്ന് പറയുമ്പോഴോ ഡിഫറൻസ് ഓഫ് അറ്റൻഷൻ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്. ഓക്കെ. Next is sensitivity training. Sensitivity training is the most controversial laboratory training method. Many of its advocates have an almost religious zeal in their enhancement with the training group experience. Sensitivity training എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ ലബോറട്ടറി ട്രെയിനിങ് മെത്തേഡ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 10 or 15 persons ആർ സെലക്റ്റഡ്. ഒരു ഗ്രൂപ്പ് അതിനകത്ത് 10 to 15 പേഴ്സൺസിനെ സെലക്ട് ചെയ്യും. ദേ ക്യാൻ ഷെയർ ദെയർ എക്സ്പീരിയൻസ്. അവരവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് സെൻസിറ്റിവിറ്റി ടു ദി ഫീലിംഗ് ഓഫ് അതേഴ്സ്. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് എയിം ചെയ്യുന്നത് തന്നെ മറ്റുള്ളവരിലെ ഫീലിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് ടെക്നിക്ക് യൂസ്ഡ് ടു നോ ഹൗ അതേഴ്സ് ഫീൽ വൺസ് ഇമോഷണൽ ബിഹേവിയർ ആക്ഷൻ ഐഡിയാസ്. മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യും, എല്ലാവരും മനസ്സിലാക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. If it is carefully used, it can be used as a technique of understanding human problems and developing human relationship. ഇപ്പോൾ ഒരു മാനേജറുടെ അണ്ടറിലുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ മാനേജ് ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ബിഹേവിയർ ആയിരിക്കും. വർക്ക് സിറ്റുവേഷനിൽ അവർക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ള സമയത്ത് അവരുടെ ബിഹേവിയർ, അവരോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ മാറ്റിയെടുക്കാൻ, അവരെ പേഴ്സണൽ ഫീലിങ്സ് ജോലിയിൽ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ കൊണ്ടുപോകണം, അതിനൊക്കെ എന്ത് വേണം, ഹ്യൂമൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഹ്യൂമൻ റിലേഷൻഷിപ്പും എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഫീലിങ്സ് മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് വേണം. അപ്പം അതൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ ടീം ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവും. മാനേജേഴ്സിന് അവരുടെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ കുറിച്ചും എംപ്ലോയീസിന് പരസ്പരം മനസ്സിലാക്കാനും ഫീലിങ്സ് ക്ലിയർ ആക്കാനും അവർ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഓഡിയോ വിഷ്വൽസ് യൂസ് ചെയ്തുകൊണ്ട് ഓഡിയോ ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ്, ഓവർഹെഡ് പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിറ്റുവേഷൻസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ ഷോർട്ട് പീരീഡിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇതിലൊന്നും ഉൾപ്പെടാത്ത പ്രോഗ്രാംസ് വേറെയും ഒരുപാട് ടെക്നിക്കും മെത്തേഡ്സും യൂസ് ചെയ്യാം. ഒന്ന് ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. Classroom training provided in an organization, classroom or educational institution. Lectures, case studies, group discussion, audio visual aids are used to explain knowledge skill to trainees. ട്രെയിനീസിന് നോളജും സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ ക്ലാസ് റൂമുകൾ കണ്ടക്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് കൊടുക്കാറുണ്ട്. ലെക്ചേഴ്സ്,
കേസ് സ്റ്റഡീസ്, GD, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. ലേണർ ട്രെയിനിങ്. ലേണേഴ്സ് ആർ ദോസ് ഹു ആർ സെലക്റ്റഡ് ഫോർ എ സെമി സ്കിൽഡ് ജോബ് and they lack even the basic knowledge of industrial engineering. First they are given education in vocational schools, then they are allowed to learn operation of machines. Learner training എന്ന് പറയുമ്പോൾ സെമി സ്കിൽഡ് ജോബ് സെലക്ട് ചെയ്ത് അതിനകത്ത് ബേസിക് നോളജ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് ആ ജോലിയെ കുറിച്ചുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. വൊക്കേഷണൽ സ്കൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്. വർക്ക് പ്ലേസിലല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ഇതിലൂടെയാണ്. ഒരു മെഷീൻ കാണും, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതെങ്ങനെയാണ് ഫങ്ഷനിങ് ചെയ്യണത്, അതിൻ്റെ മെക്കാനിക്കൽ പാർട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സെഷനായിരിക്കും. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. ഇവിടെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി എംപ്ലോയീസിന് കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ട്രെയിനിങ് പാക്കേജസിൽ ഏതൊക്കെ ട്രെയിനീസിനാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ബേസിലാണ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നത്. നെക്സ്റ്റ് ലേണിംഗ്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം നവഡേയ്സ്. ദറ്റ് ഈസ് ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ്. വേൾഡ് വൈഡ് വെബ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഓഫ് ജോബ്. ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് ഓൺലൈനായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഇതിനായിരിക്കും. ടുഡേയ്സ് പാൻഡമിക് കണ്ടീഷൻ എവറി ഓർഗനൈസേഷൻ ഫോളോ ദീസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇതാണ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യും. എംപ്ലോയീസിന് നല്ല ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ അത് ചെയ്തു കൊടുക്കാറും ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.